ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 സവാള അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞളോ മല്ലിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും മതി മസാല. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ഉപ്പൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ഇല്ലാത്ത കാരണം ചേർത്തിട്ടില്ല. മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാലില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കോഴിമുട്ട എടുത്താൽ മതി. ഞാൻ കോഴിമുട്ടയുടെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് സേമിയാണ് എടുത്തിട്ടുള്ളത്. സേമിയ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. സേമിയക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഓട്സോ നിങ്ങൾക്ക് എടുക്കാം. ഇത് മൈദയാണ് കേട്ടോ. ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിൽ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് വലുതോ ചെറുതോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഒരു മൊസറല്ല ചീസിൻ്റെ ചെറിയൊരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ചീസിന് പകരം നിങ്ങൾക്ക് ചെഡർ ചീസിൻ്റെ കഷ്ണം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പനീറിൻ്റെ കഷ്ണമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഏതാണ് വേണ്ടത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ നമ്മൾ മൈദയിലാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയിട്ട് സേമിയയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു പുറത്തെ ലെയർ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ബോൾസും നമുക്കിതുപോലെ തന്നെ ആക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഓരോ ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന കുറച്ച് മുമ്പായിട്ടൊക്കെ നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ക്രിസ്മസൊക്കെ പോകാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു സ്നാക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ കൂടെ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ പച്ചമുളക് ചേർത്ത കാരണം തന്നെ മുളക് പൊടി വളരെ കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ക്യാബേജിൻ്റെ ഒരു കഷ്ണം കൂടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഉപ്പിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കയ്യിൽ കുറേശ്ശെ ഇത് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഹോളാക്കിയിട്ട് നമുക്ക് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് പകരം ഈ വടയുടെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിത് മൈദയുടെ ഒരു മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട ഒന്ന് അടിച്ചിട്ട് അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ മുട്ട ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ ഞാനിവിടെ മൈദയുടെ ഒരു മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് സേമിയ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസ് തന്നെയാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടോ. തീ നമ്മൾ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉൾഭാഗം വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പുറം ഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെജിറ്റബിൾസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ നമ്മൾ കോഴിമുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ 2 ഭാഗവും നല്ലപോലെ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കണില്ല, വെറുതെ ടൈം വേസ്റ്റായി പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സവാളയുടെ അളവിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി ഒരു 2 ക്യാരറ്റ് അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ, അതുപോലെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കറിവേപ്പില, മല്ലിയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഞാൻ ഈ ഒരു അളവിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിലാണ് വെജിറ്റബിൾസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട ചേർക്കുക. ഇനി നമ്മൾ ഒരേ അളവ് തന്നെ കടലപ്പൊടിയും അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 തവി കടലപ്പൊടി, 2 തവി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അത് കൈവച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു നനവും കോഴിമുട്ടയുടെ ആ ഒരു നനവും കൊണ്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇഫ്താർ സമയത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മസാല വഴറ്റി അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഒന്ന് റെഡിയാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. സാധാരണ നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഇപ്പോൾ മുട്ട ചേർത്ത കാരണം തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് പേടിക്കൊന്നും വേണ്ട, ഉൾഭാഗം നല്ല പോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചിട്ടിട്ട് മൊരിയുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്നാക്കും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഉരുളക്കിഴങ്ങും റവി ഉണ്ടെങ്കിൽ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാറ്റോ ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒരു ഉള്ളി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു ഉള്ളി മതിയാവും 2 ഉരുളക്കിഴങ്ങിന്. ഇനി ഇതിലേക്ക് ഞാൻ ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മീറ്റ് മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്, വറക്കാത്ത റവയാണ് കേട്ടോ അത്. റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവ് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഒരു എല്ലാ ഭാഗത്തേക്കും എല്ലാം ആവുള്ളൂ. കൈ വെച്ച് കുഴക്കുന്ന സമയത്താണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഷേപ്പും നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ചീസിൻ്റെ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസും ചെഡർ ചീസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൊസറല്ല മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കുക, ചെഡർ മാത്രമാണെങ്കിൽ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് ചീസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ്റെ മസാല എന്ത് ഫില്ലിങ്ങും നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും, ഉൾഭാഗം നല്ല ക്രീമി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതിലാണോ ഫ്രൈ ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഓരോ ബോളുകൾ ഇട്ടെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ഭാഗം റെഡി ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഒന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് മാത്രമല്ല നമ്മുടെ ആ ഒരു ചീസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. അപ്പോൾ ബാക്കി എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.